Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി PG എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ടൈം ടേബിളും എൻറ്റയർ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom, BBA, MCom ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും അസൈൻമെന്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്സാം നോട്ടിഫിക്കേഷൻ. PG പ്രോഗ്രാംസ് 2024 ജൂലൈ അഡ്മിഷൻ ഇൻടേക്ക് 5. അതിൽ MA പ്രോഗ്രാംസ്, അതുപോലെ തന്നെ MCom ഫിനാൻസ് മാർക്കറ്റിംഗ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ മാർച്ച് 2025. ഇതാണ്. It is notified that the registration for the first semester examination of PG July 24 admissions shall commence from 6/2/2025 through the link provided in the university website. അപ്പോൾ 6/2/2025 മുതൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ലിങ്ക് വരാം. നിങ്ങൾക്ക് നാളെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് ഫൈൻ 17/2/2025 ആണ്. ഇപ്പം നമ്മുടെ അസൈൻമെൻറ്റ് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് 14-ാം തീയതിയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതിയാണ്. വിത്ത് എ ഫൈൻ ഓഫ് ₹210 21/2/2025. വിത്ത് എ സൂപ്പർ ഫൈൻ ഓഫ് ₹525 25/2/2025. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് എക്സാമിനേഷൻ മാർച്ച് 9-ാം തീയതിയാണ് വരുന്നത്. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് അടുപ്പിച്ചുള്ള എക്സാം 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത MComൻ്റെ ഏപ്രിലാണ് അവസാനിക്കുക. വളരെയധികം ഗ്യാപ്പ് നമുക്കുണ്ട്, അതൊരു ഗുണമാണ് കേട്ടോ. സോ ഡീറ്റെയിൽ ടൈം ടേബിൾ ഈസ് അവൈലബിൾ ഇൻ ദി യൂണിവേഴ്സിറ്റി ഓഫീസ്, റീജിയണൽ സെൻറ്റർ എല്ലായിടത്തിലും ഉണ്ട്. നമുക്ക് താഴെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഫീ ഡീറ്റെയിൽസ്. ആപ്ലിക്കേഷൻ ഫീ 75 per semester. Exam registration fee 160 per course. Mark list fee 105. CV cam 80 per course. Total fees for semester 1 without fine 1380 വരും. ഫൈൻ വരുമ്പോൾ 3590. വിത്ത് സൂപ്പർ ഫൈൻ 109.5. അപ്പോൾ ഫൈൻ ഇല്ലാണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 1380 rupees മാത്രമാണ് വരിക. ഓക്കെ. Allotment of the examination center. The university will try as far as possible to accommodate the learners in the examination center opted by them. കുട്ടികൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സെൻറ്റർ തന്നെ കൊടുക്കാൻ പരമാവധി നോക്കും. ഇല്ലാത്ത പക്ഷം നെക്സ്റ്റ് സെൻറ്ററിലോട്ട് നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത്. However, the university has the right to relocate the learners from one examination center to another center. ഏതൊക്കെയാണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് താഴെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാം. Prerequisite for online registration of examination. A valid registration of the programs and semesters. Have completed minimum time to pursue this course as per the provision of programs. അത് നമുക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വേണമെന്നുള്ളതാണ്. രജിസ്ട്രേഷൻ ഫീസൊക്കെ എല്ലാവരും അടച്ചിട്ടുണ്ടായിരിക്കും. ദെൻ അതിൻ്റെ ഇൻസ്ട്രക്ഷനാണ് ഇനി താഴെ പറഞ്ഞിട്ടുള്ളത്. നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ വൈൽ എൻറ്ററിങ് ദി ഡാറ്റ. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ എൻട്രി ചെയ്യുക, പേരും ഡീറ്റെയിൽസും ഒക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ വേണം. സെലക്ട് ദി എക്സാമിനേഷൻ സെൻറ്റർ ആൻഡ് സെൻറ്റർ കോഡ്. താഴെയുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. നമുക്ക് പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPI എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഓൺലൈനായിട്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then examination center change-ന് there will be 2 chances to change the center of examination after registration. Such request will only be entertained subject to availability. നമുക്ക് അവിടെ ഏരിയ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പോസിബിൾ ആവുക, അല്ലെങ്കിൽ പറ്റില്ല. ഇഷ്യൂ ഓഫ് എക്സാമിനേഷൻസ് അഡ്മിറ്റ് കാർഡ് 3/3/2025 മുതൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ മറ്റൊരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്, പഠിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പരീക്ഷയ്ക്ക് രജിസ്റ്റർ
ചെയ്യുന്നതിന് മുമ്പ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകൾ പഠിതാവ് പഠിച്ചതോ നിലവിൽ പഠിക്കുന്നതോ ആണെന്ന് ഉറപ്പുവരുത്തുക. ശ്രദ്ധിച്ച് ചെയ്യണം. രജിസ്ട്രേഷന് ശേഷം വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ വിജയകരമാണെന്ന് സ്ഥിരീകരിക്കുക. പരീക്ഷ അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ പഠിതാക്കൾ പരീക്ഷ എഴുതാൻ വരല് അനുവദിക്കുന്നതല്ല. പരീക്ഷാ വിജ്ഞാപനത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന തീയതിയിൽ പരീക്ഷ അഡ്മിറ്റ് കാർഡ് ലഭ്യമാകും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ടൈം ടേബിൾ നോക്കാം. ഇത് MA ഇംഗ്ലീഷിൻ്റെ ആണ്. ആദ്യം കാണാം. നമുക്ക് MCOM ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. MA മലയാളം, MA ഹിന്ദി, MA അറബിക്, സാൻസ്ക്രിറ്റ്, MA ഹിസ്റ്ററി, MA സോഷ്യോളജി, MA ഇക്കണോമിക്സ്, MA ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, അഡ്മിനിസ്ട്രേഷൻ, MCOM. സോ MCOM ഫസ്റ്റ് എക്സാം മാർച്ച് 9-ാം തീയതിയാണ്. റിസർച്ച് മെത്തഡോളജിയാണ് വരുന്നത്. സെക്കൻഡ് എക്സാം 15-ാം തീയതിയാണ്. അപ്പോൾ ഗ്യാപ്പ് കിട്ടി ഒരു 6 ദിവസം. ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് 15-ാം തീയതി സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ മാത്രമാണ് എക്സാം വരുന്നത് കേട്ടോ. ദെൻ പിന്നെ നെക്സ്റ്റ് 23rd ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് 23-ാം തീയതിയാണ്. പിന്നെ വരുന്നത് 5-ാം തീയതിയാണ് ബിസിനസ് അനലറ്റിക്സ്. ദ ലാസ്റ്റ് എക്സാം വരുന്നത് പ്രാക്ടിക്കൽ ടാക്സേഷൻ 12-ാം തീയതിയാണ് ഏപ്രിൽ. അപ്പോൾ 9-ാം തീയതി മാർച്ചിന് തുടങ്ങി പ്രാക്ടിക്കൽ ടാക്സേഷൻ ലാസ്റ്റ് ഏപ്രിൽ 12-ാം തീയതിയാണ് നമ്മുടെ എക്സാം ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ടൈം ടേബിൾ വരുന്നത്. നമ്മുടെ സ്ഥാപനം ഇനി വരും ദിവസങ്ങളിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി പരീക്ഷാ രജിസ്ട്രേഷൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കാം അത് കേട്ടോ. നോട്ടിഫിക്കേഷൻ പേ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മതി. ഇനി നമുക്ക് അറിയേണ്ടത് ഏതൊക്കെയാണ് സെൻറ്ററുകൾ എന്നുള്ളതാണ്. ട്രിവാൻഡ്രത്തുള്ള സെൻറ്റർ ഡീറ്റെയിൽസ് ഇത് തന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി പോകുന്നു. പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂരാണെങ്കിൽ മാളയാണ്, ഹോളി ഗ്രേസ് അക്കാഡമി ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. ദെൻ പാർമേക്കോ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് MLA റോഡ് പൂങ്കുന്നം. പിന്നെ തൃശ്ശൂർ നമ്മുടെ അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജ്. ഇത് 3 തൃശ്ശൂരുള്ള. പാലക്കാടുള്ളത് ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാലക്കാട്, കുറേ ഉണ്ട്. സാൻസ്ക്രിറ്റ്. ഓക്കെ, മലപ്പുറമുള്ളത് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിയറസ്റ്റ് ഏതാണെന്നുള്ളത് കാണാൻ സാധിക്കും. സോ ദാറ്റ്സ് അബൌട്ട് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് തുടങ്ങിയാൽ മതി. അറ്റ് പ്രസൻറ്റ് നിങ്ങൾ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ നാളെ മുതൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.